അവന്റെ വായതാ അവന്റെ കവിളുകൾ വലിച്ചു പറിക്കുകയാണ്. അവന്റെ വായിക്കകത്തുകൂടെ രക്തം ഇങ്ങനെ ഒലിച്ചു കൊണ്ടിരിക്കുകയാ. ആ മനുഷ്യൻ കിടന്ന് വിളിച്ചു കൂവുകയാണ്, അള്ളാന്റെ റസൂലുണ്ടല്ലോ, അള്ളാന്റെ റസൂലുണ്ടല്ലോ. അവിടെന്ന് ചോദിക്കുന്നു, ആ മലക്കുകളോട് ചോദിക്കുകയാണ്, മാഹാദാ, ആരാണ് ഈ വിഭാഗമാരാ? അള്ളാന്റെ റസൂല് ചോദിച്ചു, ഈ മനുഷ്യനാരാ? ആ സമയത്ത് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, റമളാൻ മാസത്തില് നോമ്പ് പിടിക്കാത്തവനാ നബിയേ, റമളാൻ മാസത്തില് നോമ്പ് പിടിക്കാത്തവനാ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, വാപ്പയുണ്ടല്ലോ, ഉമ്മയുണ്ടല്ലോ, ഭാര്യയുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, കൂടപ്പിറപ്പുണ്ടല്ലോ. നോമ്പ് പിടിക്കാത്ത ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അള്ളാന്റെ റസൂല് പറയുകയാണ്, അള്ളാന്റെ റസൂല് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, കാഞ്ഞങ്ങാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനുണ്ടല്ലോ, കാഞ്ഞങ്ങാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനുണ്ടല്ലോ, ഈ ഏറ്റവും വലിയ വ്യഭിചാരിയുണ്ടല്ലോ, അവനെക്കാളും വൃത്തികെട്ടവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റമളാൻ മാസമായിട്ട് പോലും നന്നാവാത്തവൻ, റമളാൻ മാസമായിട്ട് പോലും നോമ്പ് പിടിക്കാത്തവൻ, അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനേക്കാൾ, ഏറ്റവും വലിയ വ്യഭിചാരിയേക്കാൾ വൃത്തികെട്ടവനാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് പിടിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, നോമ്പ് പിടിക്കാത്ത മനുഷ്യനുണ്ടല്ലോ, അവൻ മുസ്ലിമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നോമ്പ് പിടിക്കാത്ത ഒരു മുസ്ലിം, ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, എന്നിട്ട് പോലും നോമ്പ് പിടിക്കാത്ത ഒരുത്തനെ നിങ്ങൾ ആരെങ്കിലും കണ്ടാ അവൻ മുസ്ലിമാണോ എന്ന വിഷയത്തിൽ സംശയമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു ഈ സമുദായത്തിന് നൽകിയ രണ്ടാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ? നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ, ആ ദുർഗന്ധം അള്ളാന്റെ മുന്നിൽ കസ്തൂരിയെക്കാളും വാസനയാണ്. മൂന്നാമത്തെ മഹത്വമെന്തേ? അള്ളാഹു നമുക്ക് നൽകിയ മൂന്നാമത്തെ മഹത്വമെന്തേ? ഫഇന്നൽ മലായികതി തസ്തഗ്ഫിറു ലഹും ഫീ കുല്ലി യൗമിൻ വലൈല. എന്റെ പ്രിയമുള്ളവരെ, മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവും പകലും മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പടച്ചവന്റെ അർശിന്റെ ഭാഗത്തുള്ള കോടാരി കോടി മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, കിടന്നുറങ്ങുമ്പോ, കടയിൽ പോയി കച്ചവടം ചെയ്യുമ്പോ, റോഡിലൂടെ നടന്നു പോകുമ്പോ, കുടുംബത്തിന്റെ കൂടെ ചിലവഴിക്കുമ്പോ, അല്ലാഹുവേ, 24 മണിക്കൂർ രാവും പകലും മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, റമളാനിൽ ദുആ ചെയ്താ റബ്ബ് വെറും കൈയോടെ മടക്കൂല. റമളാനിന്റെ പ്രത്യേകതയിൽ പെട്ടതാണ്, ആര് റമളാൻ മാസത്തിൽ ദുആ ചെയ്താൽ അവന്റെ ദുആ സ്വീകരിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, പടച്ചവൻ ആകാശ ലോകത്തുള്ള കോടാരി കോടി മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്ന, മലക്കുകളെ, ഇനി 30 ദിവസം നിങ്ങളാരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇനി 30 ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്നെ സ്തുതിക്കണ്ട, എന്നെ വാഴ്ത്തണ്ട, എന്നെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട. ഇനി 30 ദിവസം നിങ്ങളുടെ ജോലി എന്തെന്നറിയുവോ? അല്ലാഹുവേ, റമളാൻ മാസത്തിലെ പട്ടിണി ഇരുന്നിട്ട് എന്റെ അടിമ ദുആ ചെയ്യുമ്പോ ആമീൻ, ഈ ദുആയ സ്വീകരിക്കണേ അല്ലാ എന്ന് പറയലാണ് മലക്കുകളെ നിങ്ങളുടെ ജോലിയെന്ന് അല്ലാഹു പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നീ പേടിക്കണ്ട. നീ വീടിനകത്ത് തനിച്ചിരുന്ന് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ ആരുമില്ലെന്ന് കരുതല്ലേ. കോടാനി കോടി മലക്കുകളാ ആമീൻ പറയുന്നത്. നിന്റെ ദുആ സ്വീകരിക്കുന്ന സമയമാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരികയാ, മലക്കുകൾ
നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് എങ്ങനെയെന്നറിയുവോ? പെണ്ണെ, പാതിരാത്രി തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് നീ വീടിനകത്ത് കടന്നുറങ്ങുന്ന സമയത്ത് മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. മലക്കുകൾ എന്താ ദുആ ചെയ്യുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നീ പാതിരാത്രി നിന്റെ വീടിനകത്ത് കിടപ്പറയ്ക്കകത്ത് കിടന്നുറങ്ങുമ്പോ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാ, ഈ പാവപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഒരുപാട് പാപം ചെയ്തവളാ, ഒരുപാട് തെറ്റുകൾ ചെയ്തവളാ, സാഹചര്യം തെറ്റിലേക്ക് വിളിച്ചു കൊണ്ടുപോയവളാ, ശൈത്താൻ ചതിച്ചവളാണ്. അതുകൊണ്ട് പടച്ചവരെ, ഇവളുടെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ. വഖിഹിം അദാബൽ ജഹീം. പടച്ചവരെ, ഭയാനകമായ നരകമുണ്ടല്ലോ, ഭയാനകമായ നരകമുണ്ടല്ലോ. പടച്ചവരെ, മനുഷ്യനെയും കല്ലുകളെയും എത്ത് കത്തിക്കുന്ന നരകമുണ്ടല്ലോ. ആ നരകത്തിൽ നിന്ന് ഈ മനുഷ്യനെ നീ കാക്കണേ അല്ലാ. മലക്കുകൾ ദുആ ചെയ്യുകയാണ്. രണ്ടാമത് പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. റബ്ബനാ വഅദ്ഖിൽഹുമുൽ ജന്നാതി അദ്നില്ലതി വഅദ്തഹും വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, റമളാൻ മാസത്തിലെ നോമ്പ് പിടിച്ചിട്ട് പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പട്ടിണിയിരുന്ന ഇബാദത്തുകൾ കൊണ്ട് പടച്ചവന്റെ പള്ളികൾ അലങ്കരിക്കുന്നവര്, ഖുർആൻ ഓതുന്നവര്, സലാത്ത് പറയുന്നവര്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവര്, ആ സമയത്ത് മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, യാ റബ്ബി, ഈ മനുഷ്യന് വാഗ്ദാനം ചെയ്ത സ്വർഗം നീ കൊടുക്കണേ അല്ലാ. ഈ മനുഷ്യന് നീ സ്വർഗം കൊടുക്കണേ പടച്ചവര്. ഈ മനുഷ്യന് മാത്രമല്ല, വമൻ സലഹ മിൻ ആബായിഹിം, ആദ്യമായിട്ട് നോമ്പ് പിടിക്കാൻ പഠിപ്പിച്ച, ഇടയത്താഴത്തിന്റെ സമയത്ത് വിളിച്ചുണർത്തിയിട്ട് ഭക്ഷണം കൊടുത്ത, പള്ളിയിൽ നിസ്കരിക്കാൻ പോകുമ്പോ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയ ഇവന്റെ വാപ്പയ്ക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഇവന്റെ ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. എന്നിട്ടോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഅസ്വാജിഹിം വഅസ്വാജിഹിം. ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്ന ഭാര്യയുണ്ടല്ലോ, അവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. വദുർരിയാതിഹിം. ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ, ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ടല്ലോ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. മലക്കുകളാ ദുആ ചെയ്യുന്നത്. നീ സ്വർഗത്തിൽ കിടക്കാ, നിന്റെ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ കിടക്കാ, നിന്റെ ഭാര്യയും മക്കളും സ്വർഗത്തിൽ കിടക്കാ. പടച്ചവന്റെ ഭാഗത്ത് നിന്ന് രാവും പകലും റമളാൻ മാസത്തിൽ പടച്ചവന്റെ അർശിന്റെ ഭാഗത്തുള്ള മലക്കുകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമെന്ന് ഖുർആനാ പറയുന്നത്.